ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് തിരുവാതിരയായിട്ട് നമ്മളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇതാ സെറ്റ് മുണ്ടാണ് എടുക്കണത്. അപ്പോൾ നമ്മൾ ശിവൻ്റെ അമ്പലത്തേക്കാണ് കേട്ടോ പോണത്. ആദ്യം ഇതാ സെറ്റ് മുണ്ട് എടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ സെറ്റ് മുണ്ട് എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സമയം ഒരു 5 മണി ആയി കാണും കേട്ടോ. അപ്പോൾ നമ്മളിതാ വേഗം പോകണം നമുക്ക്. അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് അടുത്തായിട്ട് ഓർണമെൻറ്റ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ട്രഡീഷണൽ ആയിട്ടാണ് ഇതാ ജിമിക്കാണ് ഇടുന്നത്. അടുത്തതായിട്ട് നമ്മൾ കുപ്പിവളയായിട്ട് ഇടുന്നത് പച്ച കുപ്പിവളയാണ് ഇടുന്നത് സെറ്റ് മുണ്ടിന് മാച്ചായിട്ട്. അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഒരു 5:30 ആയി കാണും കേട്ടോ. അപ്പോൾ അത് അച്ഛനും ഞാനും അമ്മയും കൂടി ഇത് അമ്പലത്തിൽ പോവുകയാണ്. ഇതാ അമ്പലം എത്തിയിട്ടുണ്ട് കേട്ടോ. ശിവൻ്റെ അമ്പലത്തേക്കാണ് ആദ്യം പോയത്. അപ്പോൾ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അമ്പലത്തിലധികം, രാവിലെ ആയതുകൊണ്ട്. അപ്പോൾ വേഗം തൊഴാനൊക്കെ പറ്റി. ഞങ്ങളിതാ തൊഴുത് കഴിഞ്ഞിട്ട് ഇതാ ആര്യങ്കാവിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അത് വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ ഇതാ നമ്മളിതാ വീടെത്തിയിട്ടോ. വീടെത്തിയിട്ട് ഇതാ ചായ വെക്കാൻ പോവാണ്. അപ്പോൾ രാവിലെ തന്നെ ഇതാ അമ്മ ചായ വെക്കുന്നുണ്ട് കേട്ടോ. തിരുവാതിരയായിട്ട് കുറേ പണികളുണ്ട്. അപ്പോൾ കുറേ വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇടയ്ക്ക് വന്നിട്ട് ചായ തിളച്ചൊന്ന് നോക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചായ കുടിക്കാൻ പോവാണ്. അപ്പോൾ ഇതാ രാവിലെ ചായ കുടി കഴിഞ്ഞാൽ നമ്മുടെ സുണ്ട്രാപ്പിൻ്റെ ഒരു പ്ലേ ടൈമാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ ഓട്ടവും ചാട്ടമൊക്കെ ആയിരുന്നു. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. തക്കാളിയൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്കിതാ ഈ വർഷം അത്യാവശ്യം പച്ചക്കറിയൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കുറേ പച്ചക്കറിയൊക്കെ നമ്മൾ പറിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അതാ നീല കളർ വഴുതനങ്ങയും പച്ച കളർ വഴുതനങ്ങയും ഉണ്ടായിട്ടുണ്ട്, നീളൻ. പിന്നെ അതുപോലെ തന്നെ അതാ ഉണ്ട വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. വഴുതനങ്ങനെ ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അത്യാവശ്യം പച്ചക്കറികളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് 5 കോഴികളെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊക്കെ നോക്കണത് അച്ഛനാണ് കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തേക്കുള്ള ചട്നിക്കുള്ള തേങ്ങ ഉടയ്ക്കുകയാണ് അച്ഛൻ. അപ്പോൾ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ തേങ്ങ വെള്ളം. അപ്പോൾ ചട്നിക്കുള്ള കറിവേപ്പിലയൊക്കെ പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിൽ നമുക്ക് ആവശ്യമായ കറിവേപ്പിലകളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതാ മോള് കുറച്ച് കോവയ്ക്കയും കൂടി നിൽക്കുന്നുണ്ട്, അത് പറിക്കുകയാണ് നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട്. ചട്നിക്കുള്ള നാളികേരം ചിരകാണ്. അപ്പോൾ രാവിലെ ഇഡ്ഡലി അച്ഛനും മോനും വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് കൂവപ്പായസമാണ് ഉണ്ടാക്കണത്. ഞങ്ങൾ അരി ഭക്ഷണമൊന്നും അങ്ങനെ കൂട്ടാറില്ല. പിന്നെ അത് ചട്നിക്കുള്ള ഇഞ്ചി ചതച്ചെടുക്കുകയാണ് കേട്ടോ. ഇഞ്ചി ചതയ്ക്കാതെ ഇട്ടെന്ന് പറഞ്ഞാൽ ജാറിലങ്ങനെ അരയില്ല. ഇതാ അപ്പോൾ ആഫ്രിക്കൻ മല്ലിയില ഉണ്ടായിട്ടുണ്ട് കേട്ടോ വളപ്പിൽ, അതൊരു കഷ്ണം ഇട്ട് ഇതാ ചട്നി ആയിട്ടുണ്ട്. നമുക്ക് മുളക് ചമ്മന്തിയും കൂടി അരയ്ക്കണം കേട്ടോ. അപ്പോൾ അതിനുള്ള മുളക് നമ്മൾ ആദ്യം വറുത്തെടുക്കുകയാണ്. എന്നിട്ട് ആ മുളക് വറുത്തെടുത്തതിന് ശേഷം അതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പിന്നെ ചട്നി താളിച്ചിടുന്നത് കേട്ടോ. ഇതാ അപ്പോൾ മുളക് ചമ്മന്തി അരയ്ക്കാനുള്ളത് റെഡി ആയിട്ടുണ്ട്. ചട്നി താളിക്കാൻ പോവാണ് കേട്ടോ. ഇതാ കടുകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ട് നമ്മൾ ചട്നി വറുത്തിടുകയാണ് കേട്ടോ. ഇതാ ചട്നി വറുത്തിട്ടു. അപ്പോൾ ചട്നി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇഡ്ഡലി ഒഴിച്ച് വെക്കണം. അപ്പോൾ ഇനി നമുക്ക് ഇഡ്ഡലി റെഡി ആവണം കേട്ടോ. അത് ഇഡ്ഡലി ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് ചമ്മന്തി അരച്ചെടുക്കണം കേട്ടോ. അത് നമ്മൾ അമ്മിയിലാണ് അരച്ചെടുക്കുന്നത്. അമ്മിയിൽ വെച്ച് അരയ്ക്കുകയാണ്. അമ്മിയിൽ അരയ്ക്കുമ്പോൾ ഒരു ഇത്തിരി വൈകുന്നേരം എടുക്കാനും നന്നായിരിക്കും കേട്ടോ. മിക്സിയിൽ അടിച്ചാൽ അത് അത്ര വലിയ ഇതുണ്ടാവില്ല. ഇതപ്പോൾ അരച്ച് കഴിഞ്ഞു കേട്ടോ. ഇവിടെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഡ്ഡലി എടുക്കാം. ഇനി നമുക്ക് തിരുവാതിരയ്ക്ക് സ്പെഷ്യൽ ഞങ്ങളുടെ അവിടെ അടയാണ് കേട്ടോ. അട ഉണ്ടാക്കാനായിട്ട് തലേദിവസം തന്നെ കലക്കി വെച്ച മാവാണ് കേട്ടോ. ഇനി നമുക്ക് ചെറുപയർ കഞ്ഞി വെക്കണം. ചെറുപയർ വറുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ തിരുവാതിരയ്ക്ക് നമ്മുടെ സ്പെഷ്യലാണ് കേട്ടോ ചെറുപയർ കഞ്ഞിയും പിന്നെ കാവത്തും കിഴങ്ങ് കൂട്ടാനും. അതിനുള്ള കാവത്ത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാവത്ത് നമ്മുടെ വളപ്പിൽ തന്നെ ഉണ്ട്, അത് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് കുറച്ച് കനാമരപ്പൂവ് ഉണ്ടായിരിക്കുന്നുണ്ട്, അത് പറിച്ചിട്ട് ഞാൻ കെട്ടുകയാണ് കേട്ടോ. ഇനി ചെറുപയർ നമ്മൾ നെരിച്ചെടുക്കുകയാണ് കേട്ടോ. പണ്ടത്തെ രാഗി കല്ലിലാണ് നമ്മൾ നെരിച്ചെടുക്കണത്. ഇതാ നെരിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി അത് ചേറിയിട്ട് എൻ്റെ തൊണ്ട് കളയണം കേട്ടോ. തൊണ്ട് കളഞ്ഞതിൻ്റെ ശേഷം നമ്മളിവിടെ കൊണ്ടുവന്നിട്ട് നന്നായി കഴുകിയെടുത്തതിൻ്റെ ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ വേവിച്ചെടുക്കും കേട്ടോ. വേറൊരു പാത്രത്തിൽ ഇതാ വെള്ളം ഒഴിക്കുകയാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഇട്ടതിൻ്റെ ശേഷം നല്ലപോലെ വേവണം കേട്ടോ. നന്നായി വെന്ത് വന്നതിൻ്റെ ശേഷമായിരിക്കും ഒന്നും കൂടി ടേസ്റ്റ് കേട്ടോ. പിന്നെ നമ്മൾ അടയുണ്ടാക്കാനായിട്ട് നാളികേരം അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നെയ്യിലാണ് കേട്ടോ നാളികേരം വറുത്തെടുക്കണത്. ഇതാ വറുക്കാനായിട്ട് നാളികേരം ചീനച്ചട്ടിയിലേക്ക് ഇട്ടിട്ടുണ്ട്. അതപ്പോൾ നമ്മുടെ മാവാണ് കേട്ടോ. അടയുണ്ടാക്കാനുള്ള മാവിലേക്ക് നമ്മൾ നാളികേരം കൊട്ടുക. അപ്പോൾ അടയുണ്ടാക്കാനായിട്ടുള്ള എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ തിരുവാതിരക്കോളും കൊണ്ട് അച്ഛൻ വരുന്നുണ്ട്. അച്ഛൻ ഓട്ടോറിക്ഷയിലാണ് വന്നത് കേട്ടോ. അപ്പോൾ അച്ഛൻ എന്താ വീട്ടിലേക്ക് എത്തി. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ അടയുണ്ടാക്കുകയാണ്. അട നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടായിരുന്നു അട. അപ്പോൾ കാവത്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ കഴുകുകയാണ്. അച്ഛനപ്പോഴേക്കും നമുക്ക് തിരുവാതിരക്കോള് തരികയാണ് കേട്ടോ. അച്ഛൻ്റെ കാല് തൊട്ട് വന്നിച്ചിട്ട് വാങ്ങുകയാണ് കേട്ടോ.
ഇതാണ് അച്ഛൻ്റെ തിരുവാതിരക്കോള്. നമ്മളിനി കറി വെക്കാൻ നോക്കുകയാണേ. കറിക്കുള്ളത് റെഡി ആയിട്ടുണ്ട്. ചെറുപയർ കഞ്ഞി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാടെ റെഡി ആയിരിക്കണോ. അപ്പോൾ കാവത്ത് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാവത്ത് കറീൻ്റെ മുഴുവൻ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. കറി വറുത്തിടാൻ പോവാണ് കേട്ടോ. ഇനി നമ്മൾ കടുക് ഇട്ടു, പിന്നെ ജീരകം 1 സ്പൂണ്, പിന്നെ ഒരു കൊത്ത് കറിവേപ്പില, ഒരു ഉണക്കമുളക് ഇടുന്നുണ്ട് കേട്ടോ. ഇട്ടിട്ട് നമ്മൾ കറി വറുത്തെടുക്കുകയാണ്. ബാക്കി നാളികേരത്തിൽ നമ്മൾ ജീരകം വെച്ച് അരച്ചൊഴിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ കറി വറുത്തിടുമ്പോഴും 1 സ്പൂൺ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കാവത്ത് കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ കഞ്ഞിയും കാവത്ത് കറിയും നമ്മൾ കഴിക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മുടെ അച്ചും ശ്രീകുട്ടിയും വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാ വരുന്നു. ഇതാ അവർ നമ്മുടെ പപ്പീസിൻ്റെ അടുത്ത് കളിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ വൈകുന്നേരം ഉപ്പേരിക്കുള്ള കഷ്ണങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കോലോടുണ്ട്. പിന്നെ ഉപ്പേരിക്ക് നമ്മൾ എന്തൊക്കെ ഉപ്പേരി കഷ്ണങ്ങളുണ്ടോ ആ ഉപ്പേരി കഷ്ണങ്ങളൊക്കെയാണ് കേട്ടോ നമ്മൾ ഉപ്പേരി വെക്കാനായിട്ട് എടുക്കണത്. ഒരു 10-16 വക ഉണ്ടാവും അതിൽ. പിന്നെ നമ്മൾ പുളിച്ചമന്തി അരയ്ക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത് അമ്മിയിൽ തന്നെയാണ് അരയ്ക്കണത്. ഇഞ്ചി ചമ്മന്തി എന്നും പറയും കേട്ടോ. അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അരയ്ക്കണത് കേട്ടോ. ഇത് അമ്മിയിലാണ് അരച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് പുളി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതിന് മുമ്പ് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും മുളകും ഉപ്പൊക്കെ വെച്ചാണ് അരച്ചത്. കറിവേപ്പിലയും നാരങ്ങൻ്റെ ഇലയൊക്കെ വെച്ചിട്ട് പിന്നെ നമ്മൾ പുളി ചേർത്ത് കൊടുത്തു കേട്ടോ. ഇഞ്ചി വെച്ച് അരയ്ക്കുന്നുണ്ട്. ഇനി അത് നന്നായിട്ട് അരഞ്ഞതിൻ്റെ ശേഷം വെളുത്തുള്ളി വല്ലാണ്ട് നേവരുത് കേട്ടോ. ഒരു ചെറിയ തരിതരി വേണം. ഇതപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ പൊങ്കൽ വെക്കാൻ പോവുകയാണ് കേട്ടോ. പൊങ്കലിനുള്ളത് അടുപ്പിൽ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമ്മൾ പച്ചരി ഇട്ടിട്ടാണ് പൊങ്കൽ വെക്കണത് കേട്ടോ. നമ്മൾ പച്ചരി ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ മംഗല്യക്കിഴങ്ങ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം മകൾക്കും എനിക്കും പൂജ ചെയ്യണുണ്ട്. മംഗല്യക്കിഴങ്ങ് മകൾക്ക് വേണ്ട, ഇത് കല്യാണം കഴിഞ്ഞവർക്കുള്ളതാണ്. അത് വേണ്ടി നമ്മൾ ഉപ്പേരി ഉണ്ടാക്കിയിരുന്നില്ല, അത് പൊരിക്കുകയാണ് കേട്ടോ. വറുത്തെടുക്കുകയാണത്. അത് കഴിഞ്ഞ് ആ പൂജയ്ക്ക് എടുക്കുന്ന സാധനത്തിൻ്റെ കൂടെ ഈ ഉപ്പേരിയും വെക്കും. നമ്മൾ ആ പൊങ്കച്ചോറും വെക്കും കേട്ടോ. പിന്നെ അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ള തിരുവാതിരക്കോളും ഒക്കെയാണ് നമ്മൾ റെഡിയാക്കി വെക്കുന്നത്. പഴവും നാളികേരം, പൂവ്, മഞ്ഞൾ, കുങ്കുമം, കണ്ണാടി, ചീർപ്പ്. ഈ ഞങ്ങളുടെ അവിപൂജ ചെയ്യുമ്പോൾ തന്നെയാണ് ഇതും. ഈ സംഗതികളൊക്കെയാണ് അച്ഛൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ പൂജിക്കണത്. പൂജയ്ക്ക് വേണ്ടിയിട്ട് ഇതപ്പോൾ മകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് പൂജയ്ക്കുള്ളത് നമ്മൾ നിലവിളക്ക് കൊണ്ടുവന്ന് വെച്ചു. നമ്മൾ കോലട്ടൻ്റെ മീതെ നിലവിളക്ക് വെക്കുക. പിന്നെ ഒരിടം കഴിഞ്ഞ് നെല്ല്, നാഴി, അരി, പിന്നെ നമ്മൾ പൂജയ്ക്കുള്ളത് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊങ്കച്ചോറും ആ മംഗല്യക്കിഴങ്ങും പിന്നെ നമ്മൾ എണ്ണുകറി ഉപ്പേരി എന്ന് അതിന് പറയുക ഞങ്ങളുടെ ആൾക്കാരിൽ. ആ ഉപ്പേരിയാണ് കേട്ടോ പൂജയ്ക്ക് വെക്കണത്. പിന്നെ പഴവും നാളികേരവും. ഇത് നമ്മൾ മുറ്റത്ത് കോലത്തിന് മീതെ കൊണ്ട് വെച്ചിട്ടാണ് മകൾ കൊണ്ടുവന്ന് വെക്കുന്നുണ്ട്. ഇത് വെച്ചതിൻ്റെ ശേഷമാണ് ഞാൻ പൂജ കഴിക്കുക കേട്ടോ. ഞാൻ പൂജ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മകൾ പൂജ കഴിക്കും. പൂജ കഴിച്ചിട്ട് അത് ഒരു പ്രായമുള്ളവർ, നമ്മളെക്കാളും കൂടുതൽ പ്രായമുള്ളവർ വേണം ഈ പൂജ കഴിച്ച സാധനം നമ്മുടെ കയ്യിൽ എടുത്ത് തരാനായിട്ട്. ഇങ്ങനെ പെൺമക്കളെ കല്യാണം കഴിച്ച് കൊടുത്തിട്ടുള്ളവരൊക്കെ ഇങ്ങനെ തിരുവാതിരക്കോള് കൊണ്ടുവരണം കേട്ടോ. ഈ തിരുവാതിരക്കോള് അച്ഛൻ്റെ വീട്ടിൽ നിന്ന് അച്ഛനോ അമ്മയോ അങ്ങനെയൊക്കെ കൊണ്ടുവന്നിട്ട് തിരുവാതിര അന്നോ തലേ ദിവസമോ ആയിട്ടൊക്കെയാണ് നമുക്ക് കൊണ്ടുവന്ന് തരിക. ഇതപ്പോൾ നാളികേരം ഉടയ്ക്കുകയാണ് കേട്ടോ. നാളികേരം ഉടച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും പ്രായം കൂടിയവൻ്റെ ഭർത്താവാണ് തരുന്നത് കേട്ടോ. അവരെ കാല് തൊട്ട് വന്നിച്ചിട്ട് വാങ്ങുകയാണ്. മകൾക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ